ഹലോ ഗായ്സ്, ഞങ്ങള് സയന്റിഫിക് സെന്റർ പോവാന്ന്. അപ്പൊ ഇന്നും 50% ഓഫറിലുണ്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങള് നാളെ കൂടി ഉള്ളൂ. അപ്പൊ ഓഫറുള്ള ടൈമിൽ എല്ലാരും വന്ന് സയന്റിഫിക് സെന്റർ എക്സ്പ്ലോർ ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സയൻറ്റിഫിക് സെൻറ്ററിലേക്ക് പോവാണ്. സയൻറ്റിഫിക് സെൻറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത് സാൽമിയയിലാണ്. ഞങ്ങളിപ്പോൾ മംഗഫിൽ നിന്ന് സാൽമിയയിലേക്ക് സിറ്റി ബസ്സിലാണ് പോകുന്നത്. സിറ്റി ബസ്സിൻ്റെ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 350 ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിറ്റി ബസ്സിൽ ഏത് റൂട്ടിലേക്കും യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഓഫർ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. സാധാരണ സയൻറ്റിഫിക് സെൻറ്ററിൽ 6 KD ആണ് ചാർജ് വരുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഐമാക്സ് കാണുന്നില്ലെങ്കിൽ 5 KDക്കും കയറാൻ പറ്റും. ഇന്ന് ഒരു ഓഫർ ഉള്ളത് കൊണ്ട് 50% നമുക്ക് ഫുൾ കവറേജ് കിട്ടും. സയൻറ്റിഫിക് സെൻറ്ററിലെ എല്ലാ കാഴ്ചകളും നമുക്ക് ഈ 3 KD കൊണ്ട് കാണാൻ പറ്റും. ബസ്സിന് ഏകദേശം 3/4 മണിക്കൂർ യാത്ര നമുക്ക് സാൽമിയിലേക്കുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം സാൽമി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് സെൻറ്ററിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് ഇപ്പോൾ ഞങ്ങൾ സയൻറ്റിഫിക് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. നമ്മൾ ഈ കാറ് പൊക്കാൻ പോവാണ്. വേറെ ഒരാളത് പൊക്കും തോന്നുന്നുണ്ട്. ഇവിടെ നോക്കിക്കോ. ഗൈസ്, ഇത് നല്ല രസമുള്ളൊരു പരിപാടിയാണ്. ഇങ്ങനെ ഏറ്റവും എൻഡിലുള്ള ചങ്ങലയിൽ വലിക്കാനാണ് ഏറ്റവും ഈസി. അതാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും എൻഡിൽ വന്ന് വലിക്കുന്നത്. ഇത് ഒറ്റ കയ്യിൽ വലിക്കണം. അതാണ് ഇതിൻ്റെ ചലഞ്ചായിട്ട് അവരുടെ എഴുതിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ ചലഞ്ച് ഒന്നുമില്ലെങ്കിലും നമ്മളത് പൊക്കിയിട്ടുണ്ട്. അകത്തെത്തിയതിന് ശേഷം ആദ്യം തന്നെ ഞങ്ങൾ KDDയുടെ ഔട്ട്ലെറ്റിൽ കയറി 2 ഹോട്ട് ചോക്ലേറ്റും 2 ഐസ്ക്രീമും മേടിച്ചു. അങ്ങനെയാണ് ഞങ്ങളെ സയൻറ്റിഫിക് സെൻറ്റർ എക്സ്പ്ലോറിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സയൻറ്റിഫിക് സെൻറ്ററിൻ്റെ പ്രധാന അട്രാക്ഷൻ ഇവിടുത്തെ അക്വേറിയം തന്നെയാണ്. അറേബ്യൻ ഗൾഫിൽ കാണുന്ന വിവിധ തരത്തിലുള്ള മീനുകളും ഷാർക്കും ജെല്ലി ഫിഷും പോലെയുള്ള സമുദ്രജീവികളെ നമുക്ക് വളരെ അടുത്ത് കാണാൻ കഴിയും. പിന്നെ രണ്ടാമത് ഡിസ്കവറി പ്ലേസ്. സയൻസുമായി ബന്ധപ്പെട്ട് നിരവധി ഇൻട്രാക്റ്റീവ് എക്സ്പെരിമെൻറ്റുകൾ ഇവിടെ ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും കളിച്ചുകൊണ്ട് ശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. മൂന്നാമത് പിന്നെ ഐമാക്സ് തിയേറ്റർ. വളരെ വലിയ സ്ക്രീനിൽ പ്രകൃതിയും ശാസ്ത്രീയവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി സിനിമകൾ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക തിയേറ്ററാണ്. നാലാമത് ദൗ ഹാർബർ. പഴയ കാലത്ത് കുവൈറ്റുകാർ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത മരക്കപ്പലുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ആദ്യം തന്നെ ഐമാക്സ് തിയേറ്ററിലേക്ക് കയറി. അവിടെ ഡോൾഫിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 40 മിനിറ്റോളം വരുന്ന ചെറിയൊരു ഷോ. Comes to an end, the dolphins know the real fun begins. Okay. അടുത്തതായി നമ്മൾ കവർ ചെയ്തത് ഡിസ്കവറി പ്ലേസ് ആണ്. ഇവിടെ നിരവധി ഇൻട്രാക്റ്റീവ് സയൻസ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് നേരിട്ട് പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ട് അതിലെ സയൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവർ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അറിവും വിനോദവും പകരുന്ന വിശാലമായ ഒരു ഏരിയയാണ് ഡിസ്കവറി ഏരിയ.
ഇരുന്നോ എടി ഇരിക്കടി. അതെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടുത്തെ പ്രധാന ആകർഷണമായ അക്വേറിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ അകത്ത് കയറി വരുന്നിടത്ത് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ചില ജീവികളെ പ്രിസർവ് ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഡിസേർട്ട് സോൺ ഭാഗത്തേക്കാണ്. അക്വേറിയത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഡിസേർട്ട് സോൺ, പിന്നെ രണ്ടാമത് വരുന്നത് കോസ്റ്റൽ എഡ്ജ്, മൂന്നാമത് വരുന്നത് അക്വേറിയത്തിൻ്റെ തന്നെ പ്രധാന ഭാഗമായ മറൈൻ അക്വേറിയം. That was his camouflage. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളതാണ് ഡിസേർട്ട് സോൺ. മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇഗ്വാനകളും ടർട്ടിൽസും സ്നേക്സും പോലെയുള്ള ഒരുപാട് ജീവികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് കോസ്റ്റൽ എഡ്ജ് ഏരിയ. ഇവിടെ കരയും കടലും കൂടുന്ന പ്രദേശങ്ങളിലെ ജീവജാലങ്ങളെയും പരിസ്ഥിതിയും നമുക്ക് കാണാൻ കഴിയും. കടൽ തീരത്തിനടുത്തുള്ള മത്സ്യങ്ങൾ, പക്ഷികൾ തുടങ്ങിയ നിരവധി ജീവികളെ നമുക്കിവിടെ കാണാനാവും. ഇപ്പോൾ നമ്മൾ സീ എക്സിബിറ്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ കടലിൻ്റെ ആഴത്തിലുള്ള പരിസ്ഥിതിയും അവിടെ ജീവിക്കുന്ന വിവിധ സമുദ്രജീവികളെയും നമുക്കടുത്ത് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ ഫൈൻഡിങ് നിമോ സിനിമയിലെ നീമോയും അവൻ്റെ സുഹൃത്തുക്കളുമാണ്. ഈ ചെറിയ വർണ്ണാഭമായ മത്സ്യങ്ങളെ കാണുമ്പോൾ ഫൈൻഡിങ് നീമോ സിനിമയുടെ ഓർമ്മകൾ വീണ്ടും നമ്മുടെ മനസ്സുകളിലേക്ക് വരും. ജെല്ലി ഫിഷ് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു.
അങ്ങനെ വിസ്മയകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ചെന്നെത്തിയത് മറൈൻ അക്വേറിയത്തിലേക്കാണ്. തീർച്ചയായും ഞങ്ങളെ അതിശയിപ്പിച്ച കാഴ്ചകളാണ് അവിടെ കണ്ടത്. ഇവിടെ കടലിൻ്റെ ആഴത്തിലുള്ള മനോഹരമായ ലോകം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാ ഇപ്പോൾ നമ്മൾ എത്തിയത് ഏറ്റവും വലിയ അക്വേറിയം ടാങ്കിലേക്കാണ്. ഇവിടെ വലിയ സമുദ്രജീവികളെയാണ് കാണാൻ കഴിയുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സമയമായിരുന്നു, ഒരു 6-7 മണി സമയത്താണ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒത്തിരി കാഴ്ചകളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ കുവൈത്തിൽ തന്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് പോയാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ദോഹ ഹാർബറിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, മരക്കപ്പലുകളൊക്കെ കാണിക്കുന്നത്, അതൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ റെനോവേഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. പിന്നെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പോർഷൻസ് എല്ലാം ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി കണ്ടിട്ട് പോകണം. താഴെ നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഞങ്ങളെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. പിന്നെ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും വണക്കം, ബൈ.